ഇവിടെ നിന്ന് കണ്ടു. ഇവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ താഴേക്ക് എന്നെ വിളിച്ചു. ഞാൻ വന്നപ്പോൾ അവിടെ നിൽക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഇവിടെ വരെ ഇവിടെ എന്നെ വിടുവോ? പേടിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? വന്യമൃഗങ്ങൾ ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് ആനയും പുലിയും എല്ലാം ഉണ്ട്. പന്നിയുടെ എല്ലാം ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ വീടിനൊക്കെ സമീപത്ത് ഇങ്ങനെ സമയത്ത് വരെ ആയിക്കഴിഞ്ഞു കന്നാലിയും ആടും ഒക്കെ ഉള്ളവർക്കൊക്കെയാ ബുദ്ധിമുട്ട്. മേളത്തെ വീട്ടിലുണ്ട് ആടുണ്ട്. ആടിനെ അകത്ത് കിട്ടിയേക്കുമായിരുന്നു. അതിനെ പിടിക്കാൻ ആയിരിക്കണം എന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ ആടില്ലായിരിക്കും. ഇപ്പൊ അവർ 2 ആഴ്ചയുള്ള ആടിനെ വാങ്ങിച്ചിട്ട് അതിനെ അതിനകത്ത് ഇറക്കി കിട്ടിയേക്കുമായിരുന്നു. ഇവിടെ വനാതിർത്തി ഫെൻസിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒന്നുമില്ല. വന്യമൃഗശല്യം ഭയങ്കര രൂക്ഷമാണ്. അതുമൂലം മൊത്തം ഇതാ എല്ലാ ഏരിയയിലും ഇത് തന്നെ. ഒരെണ്ണം തന്നെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റും. കൃഷി ചെയ്യുന്നു. ആര് കൃഷി ചെയ്യുന്നു? ചേട്ടൻ്റെ പേര്? സന്തോഷ്. ഇതിനകത്തായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ നോക്കുമായിരുന്നു. അവർ നാളെ ക്യാമറ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ മേളിൽ ആട്ടും കൂടെ ഉണ്ടല്ലോ, ആടിൻ്റെ കൂടിൻ്റെ അവിടെ. അപ്പം ഇതിന് എന്തെങ്കിലും കണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി വെക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്യാമറ നാളെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും എൻ്റെ ഇതായിട്ട് കിട്ടുകയാണെങ്കിൽ എന്നാൽ തന്നെ കൂടി ഉണ്ടാക്കാന്നുണ്ട്. വന്നെല്ലാം നോക്കി കണ്ടിട്ടാണ് പോയത്. എല്ലാം അവിടെ കയറി ഇറങ്ങി എല്ലാം നോക്കി അവർ എല്ലാം ബോധ്യപ്പെട്ടിട്ടാണ് പോയത്. ഇവിടെ നിരവധി വീടുകളുള്ള പ്രദേശമല്ലേ? ഇവിടെ താഴപ്പെട്ട 3-4 വീടാ അതേ ഉള്ളൂ. അങ്ങോട്ട് ജനവാസ മേഖല തന്നെയാണ്.